അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഒറോട്ടി പോളയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ ഒറോട്ടി പോള എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ചിക്കൻ നല്ല കഴുകി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ചെയ്ത് വെച്ചതായിരുന്നു. ഇതെല്ലാം ഒന്ന് പൊരിച്ച് എടുത്തതിന് ശേഷം നമുക്കിതിൽ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സവാളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഒരു ഭാഗം വേകുമ്പോഴത്തേന് സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കാം. നല്ല വെന്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ മീഡിയം സൈസുള്ള 2 സവാള ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. ഒരു ചെറിയ ഒക്കെ ആകുമ്പോൾ 2 എടുക്കാം. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാളയും ഇട്ട് കൊടുത്തു. സവാള നല്ലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയൊക്കെ നല്ലൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 3 കൂടെ എന്നാണ്ട് അരച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, അമരി, ഗരം മസാല, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് കൈക്കൊണ്ട് നല്ലൊന്ന് പിച്ചിട്ട് ചെറിയ പീസാക്കി എടുക്കണം. എന്നിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില, അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. കുറച്ചൊരു 4 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക. അത് ഞാൻ കഴുകിയെടുത്തതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, അതുപോലെ ചെറിയ ജീരകം കുറച്ചിട്ടാൽ മതി. പിന്നെ വലിയ ജീരകം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ നല്ല ഒന്ന് അരച്ചെടുക്കുക. 1 ഗ്ലാസ് പച്ചരിയും അതിലേക്കൊരു 1/2 ഗ്ലാസ് തേങ്ങയൊക്കെ എടുത്തിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ മാവ് കുറച്ച് കട്ടിയുള്ള മാവാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ടി കുറക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ പോലെ ദോശയുടെ മാവിൻ്റെ പോലെയുള്ളൊരു കട്ടി കുറഞ്ഞ പിന്നെ മാവാക്കി എടുക്കുക. എന്നിട്ടൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ മാവിൽ നിന്ന് പകുതി മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു കുണ്ടുള്ള കടായി എടുക്കുക, അടി കട്ടിയുള്ള. അപ്പോൾ ആ മാവിൽ നിന്ന് പകുതി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ടും പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഉപ്പും മുളകൊക്കെ നമ്മൾ നോക്കുക, ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി പകുതി മാവും ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. മാവ് മുഴുവനായിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് അടച്ചിട്ട് ഇത് ഞാൻ 1 മണിക്കൂർ വേണം ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ പഴയ ഒരു പാന്
വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം നമ്മളിത് വെക്കാൻ. അതേപോലെ തന്നെ ചെറിയ തീയിൽ വേണം ഇട്ട് വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ വേവാതെ ഉള്ളൊന്നും വേവാതെ പിന്നെ അടിയൊക്കെ കരിഞ്ഞ് അങ്ങനെയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ സാവധാനം ഇരുന്നിട്ട് 1 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് പിന്നെ എനിക്കത് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാവ് നമ്മൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് നോക്കുക, കഴിക്കണമെന്ന് പോലെ കോലുകൊണ്ടൊക്കെ കുത്തി നോക്കുക. അത് ആയിട്ടില്ല. ഞാനിതൊന്നും കൂടെ അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് മറിച്ചിട്ട് ഈ ഭാഗം കൂടെ മേൽഭാഗം കൂടെ ഒന്ന് പിന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ വേറൊരു പാനിലേക്ക് ഞാനിത് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറോട്ടി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറോട്ടി പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ ഫോണിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അതിനോട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഒറോട്ടി പോള റെഡിയായി. നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.